മിശിഹായിൽ സ്നേഹമുള്ളവരെ, ശ്രീകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണിന്ന്. സാർവത്രിക സഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ്. ദൈവത്തിൻ്റെ തിരുനാൾ ആയിരിക്കണമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളുന്ന ആ സ്നേഹ കുടുംബത്തിൻ്റെ മാതൃകയും ചൈതന്യവും അനുഗ്രഹവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മൾ സെയിന്റ് മറിയം ത്രേസ്യയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. നാളെയാണ് സാറ്റർഡേ. തിരുക്കുടുംബ സഭയുടെ സ്ഥാപകയായി ലോകമെങ്ങും പ്രചരിച്ചിരിക്കുന്ന സന്യാസി സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധയിൽ നിന്നും ചൈതന്യവും മാതൃകയും നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് 2-3 മരിച്ച ആത്മാക്കളുടെ കാര്യമാണ്. ഇന്ന് ജോർജ് എന്ന സിസ്റ്ററാനിൻ്റെയും സോഫിയുടെയും അങ്കിൾ, അതുപോലെ ലിലിയുടെ അമ്മയുടെ പ്രോസക്കുട്ടി വർഗീസിൻ്റെ 8ാമത്തെ ആനിവേഴ്സറിയും പരിശുദ്ധത്തോടൊപ്പം ഇന്ന് സ്വർഗീയ ഭാഗ്യം അനുഭവിക്കുന്ന ഇവിടെ എല്ലാവരെയും നമുക്ക് ബലിയിൽ ഓർക്കാം. അവരോടൊപ്പം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയമങ്ങൾ ദൈവങ്ങളെ സമർപ്പിക്കാനുള്ള അവസരമാണിത്. ഈ വർഷത്തെ തൃത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ വളരെ ഭക്തിയോടുകൂടി തന്നെ ആചരിച്ച് ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസത്തിൽ പല പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്കിടയിലും അല്ലാത്തപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മൾ സ്തുതി അർപ്പിക്കുന്നവരാണ്. അതിന് പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആ ബലിയുടെ അല്ലെങ്കിൽ ആ സ്തുതിയുടെ മഹിമ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും ശക്തമായ ഏറ്റവും നല്ല പ്രാർത്ഥനയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നതാണ്. ഇന്നത്തെ വിശുദ്ധ ബലിയിൽ എത്ര പ്രാവശ്യം നമ്മളത് ആവർത്തിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുർബാനപ്പസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം കൂടി അതാണ്. അത്രമാത്രം നമുക്ക് ശക്തമായ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കാം.
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മരത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദിവ്യ രഹസ്യങ്ങളിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരണപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. രാജാവേ, ആടും നിൻ പുകഴെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായുള്ള ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുകയും ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന ഗുരു ആശീർവദിച്ചാൽ. അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും ആട്ടിപ്പായിക്കും. വരണ്ട വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഘാതിച്ച് ആനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ചക്കഴിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം
ആവശ്യാനുസരണം ശരത്കാലവൃഷ്ടിയും നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാലവൃഷ്ടിയും വസന്തകാലവൃഷ്ടിയും സമൃദ്ധമായി ചെയ്തു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വിട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച് സംവത്സരങ്ങളിൽ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ചു സമൃദ്ധിയടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കുകയും ചെയ്യും. എന്റെ ജനത്തിന് ഇനിയൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല. അല്പം പുളിമാവ് മാവ് മുഴുവനും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്തവരാണ്. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പഴയ പുളിമാവ് കൊണ്ടോ അശുദ്ധിയുടെയും തിന്മയുടേതുമായ പുളിമാവ് കൊണ്ടോ അല്ല, ആത്മാർത്ഥതയുടെയും സത്യത്തിൻ്റെയും പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. അസന്മാർഗികളുമായി സംസർഗമരുത് എന്ന് കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ഈ ലോകത്തിലെ അസന്മാർഗികളും അത്യാഗ്രഹികളും പിടിച്ചുപറിക്കാരും വിഗ്രഹാരാധകരുമായി എന്നല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടവരായിരുന്നു. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷനോ മദ്യപനോ കവർച്ചക്കാരനോ ആണെങ്കിൽ അവനുമായി സംസർഗം പാടില്ല എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. അങ്ങനെയുള്ളവരോടുകൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക പോലും അരുത്. പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്കെന്തു കാര്യം? ഉള്ളിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്. പുറത്തുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുക. നമ്മുടെ പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എന്റേതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ പള്ളികളിൽ വായിക്കാനായി ഇന്ന് പിതാവ് നൽകിയിരിക്കുന്ന ഇടയലേഖനമാണ് ആദ്യം വായിക്കുക. ദൈവകൃപയാൽ ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് രൂപതയുടെ പ്രധാനായ മാർ ജേക്കബ് പങ്കാളിയത് ഈ രൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ദൈവജനത്തിനുമായി എഴുതുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ. ഈശോ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഒരു പുതിയ ആരാധനാക്രമകാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശ്ലീഹാക്കാലം തങ്ങളെ ഫലമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനായി കൂടുതൽ തീഷ്ണതയോടും ഉത്സാഹത്തോടും കൂടി തങ്ങളെ തന്നെ അർപ്പിക്കുവാൻ പന്തക്രിസ്താനുഭവം അപ്പസ്തലന്മാരെ ശക്തരാക്കി. ഈ ആരാധനാക്രമകാലത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രേക്ഷിതരാകാം. പരിശുദ്ധാത്മാവ് അവിടുത്തെ വരങ്ങളാലും ദാനങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കുകയും അതുവഴി നാം പ്രേക്ഷിത ശിഷ്യത്വത്തിൽ മിഷനറി ഡിസൈപ്പിൾഷിപ്പ് ജീവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ റൂഹാക്ഷണ പ്രാർത്ഥന എപ്പിക്ലേസിസ് ഇപ്രകാരമാണ്: കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഈ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി അവതരിപ്പിച്ചിരിക്കുന്നു. 1. അർപ്പിക്കപ്പെട്ട നമ്മുടെ കാഴ്ച വസ്തുക്കളെ വിശുദ്ധീകരിക്കുവാനായി പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നു. 2. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ കടങ്ങളും പാപങ്ങളും മോചിപ്പിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് യാചിക്കുന്നു. 3. യുഗാന്തോന്മുഖത വെളിപ്പെടുത്തിക്കൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലത്തീൻ അനാഫ്രയിൽ യൂക്കറിസ്റ്റിക് പ്രേയർ റൂഹാക്ഷണം എപ്പോഴും സ്ഥാപന വചനങ്ങൾക്ക് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പാണ്. എന്നാൽ എല്ലാ പൗരസ്ത്യങ്ങളുടെയും ആരാധനക്രമങ്ങളിൽ സ്ഥാപന വചനങ്ങൾക്കും മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും ശേഷമാണ് റൂഹാക്ഷണം. പൗരസ്ത്യ ആരാധനക്രമങ്ങളിൽ റൂഹാക്ഷണ പ്രാർത്ഥന ഉൾപ്പെട്ട അനാഫ്ര സമാപിക്കുന്നത് ഉച്ചത്തിൽ ആമേൻ ചൊല്ലിക്കൊണ്ടാണ്. ഈ പ്രാർത്ഥനയോടെ സമർപ്പിക്കപ്പെട്ട കാഴ്ചവസ്തുക്കളായ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി ശുദ്ധീകരിച്ച് പൂർത്തീകരിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ അഭിഷേകം ചെയ്യപ്പെടുന്നു. ഈശോയുടെ ശരീര രക്തങ്ങളിൽ പങ്കുചേരുന്നതിന്റെ ഫലമായി വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ പങ്കുചേരലിലൂടെ സമൂഹം ക്രിസ്തുവിന്റെ ശരീരമായ സഭയായി മാറുന്നു. സഭയാകട്ടെ ലോകത്തിനു വേണ്ടിയുള്ള ജീവന്റെ അപ്പമായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തീയ സമൂഹത്തിലൂടെ അപ്പത്തെയും വീഞ്ഞിനെയും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ രൂപമാറ്റം നിറവേറ്റുന്നു. വിശുദ്ധ കുർബാന വഴി ഈശോയോടുള്ള
ഒന്നാകലിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷിത ശിഷ്യത്വത്തിന്, മിഷണറി ഡിസൈബിൾഷിപ്പിന് ശക്തരായി പ്രേക്ഷിത പ്രവർത്തനത്തിന് പ്രാപ്തരാകുന്നത്. ക്രിസ്തുവുമായി ഒന്നായി തീർന്ന് ലോകത്തിൽ മറ്റുള്ളവർക്കും ഉപ്പും പ്രകാശവുമായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ക്രിസ്തു മുന്തിരിച്ചെടിയും നാം ശാഖകളുമാണ്. ശാഖകൾക്ക് മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ ചേർന്ന് നിൽക്കാതെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തതുപോലെ നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നമുക്കും ഫലങ്ങൾ പുറപ്പെടുവിക്കാനാകില്ല. യോഹന്നാൻ 15:1-4. ഒരു പുരോഹിതൻ തന്റെ പൗരോഹിത്യ സ്വീകരണ വേളയിൽ ഫലമേൽക്കുന്ന ക്രിസ്തുവിന്റെ ത്രിവിധ ദൗത്യങ്ങളുടെ നിർവഹണത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെടുക. എന്നാൽ ഒരു ആത്മാവിനാകട്ടെ മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും താൻ സ്വീകരിച്ച പൊതു പൗരോഹിത്യത്തിന്റെ നിർവഹണത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെടുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുരോഹിതരും ആത്മാവിലും ഒരുമിച്ച് ലോകത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മുടെ കാലഘട്ടത്തിലെ 3 മാർപ്പാപ്പമാരായ വിശുദ്ധ ജോൺ പോൾ പാപ്പ, സ്ഥാനമൊഴിഞ്ഞ ബെനഡിക്ട് 16-ാമൻ പാപ്പ, ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പ എന്നിവർ നമ്മെ നവ സുവിശേഷവൽക്കരണത്തിനായി ക്ഷണിക്കുകയുണ്ടായി. നാം ഓരോരുത്തരിലൂടെയുള്ള ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ നവ സുവിശേഷവൽക്കരണം സാധ്യമാകുക. ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നമ്മിലൂടെ തുടരുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായും കുടുംബപരമായും സഭാപരവുമായുള്ള സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്കുള്ള നമ്മുടെ വിളി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. Joining with St. Augustine, let us pray. Breathe in me, O Holy Spirit, that my thoughts may all be holy. Act in me, O Holy Spirit, that my work may be holy too. Draw my heart, O Holy Spirit, that I may only love holy things. Strengthen me, O Holy Spirit, to defend all that is holy. Guard me, O Holy Spirit, that I may always be holy. Amen. Let us make this prayer of our own. In a similar fashion, let us formulate our prayer for our daily reflection. In the family circle, we are used to recite a prayer to the Holy Spirit just before the Holy Rosary. Come, Holy Spirit, send forth your rays of enlightenment in your hearts. Without your light, we are inclined to what evil. Wash away all uncleanliness. Provide water to the faded ones. Heal the wounded. Restore health to the sick. Melt down the hard-hearted. Warm up the lukewarm. And straighten up those who have gone astray. These are the areas where we need the intervention of the Holy Spirit with His 7-fold gifts of wisdom, understanding, counsel, fortitude, knowledge, piety, and fear of God, so that we may bear the 12-fold fruits: charity, joy, peace, patience, kindness, goodness, generosity, modesty, fidelity, benignity, self-control, and chastity. All the faithful form the church, the body of Christ. It is the Holy Spirit that vivifies the body. We are the living temples of the Holy Spirit. St. Paul says, do you not know that your body is a temple of the Holy Spirit within you, whom you have from God, and that you are not your own? For you have been purchased at a price. Therefore glorify God in your body. 1 Corinthians 6:19-20. We are being transformed every day through the work of the Holy Spirit. All the saints have gone through this transformation, taking short time or long time. All the saints set before us their stories of transformation through the work of the Holy Spirit.
We have first and best example of the very life of Saint Peter, the head of the Apostolic College, the first pope. The story of Peter's discipleship, like the story of the old saints, can encourage us. If God can transform Peter, the rough, impulsive fisherman of Galilee, he can transform us as well. Peter's transformation as a disciple reminds us of the hope summed up in the saying, every saint has a past and every sinner has a future. May you now shape your future by allowing God to transform you into His likeness as a disciple. This is a quote from the book Into His Likeness by Edward Street. All of us everywhere are under lockdown due to coronavirus. Due to this deadly virus, thousands are already dead, many thousands are sick, and the rest of the world are in a terrible fear. The whole world is praying for a fast remedy. Let us intensify our prayer with full trust in the Lord and mighty intercession of our Mother Mary, Mother of God. Let us keep the healthcare workers in our prayers in a special way. Let us not lose heart. Remember, the Lord is with us. May the Holy Spirit enlighten us to continue the works of missionary disciples of Jesus Christ. May the grace and peace of Christ be with you. My Jacob Pangadiath, Bishop. As you have heard from this pastoral letter from the Bishop, we are keeping the hope that things will improve. At the same time, we pray on this day for the power of the Holy Spirit and His gifts, so that we all become true disciples of Jesus, taking our mission to evangelize the whole world. And the Bishop said all the saints have gone through this transformation, taking short time or long time. That's why today we remember Saint Maria Theresia, who was a wonderful saint among us. And tomorrow, June 8th, is her feast day. That means that's the day she died and went to the presence of the Holy Trinity. It is an amazing thing that also happened. She died in 1926. He had her mentor and spiritual father, Vidyathil, who also died on the same date. That's amazing, on 1964. And it is always good to go through the history of the saints. When we go through the history of the saint of the last century, there are so many interesting things we can find. So one thing is that she was a saint in the row of big saints and mystics like Saint Francis of Assisi, Saint John of God, and Saint Teresa of Avila. So we consider these three saints are great mystics, and they had the vision of God, they had the stigmata, all those things. And it's exactly the same thing happened in the life of Maria Theresia. Of course, she lived in a remote place in India. That's why she was not known that much in the history. But eventually, the whole world knows that her power of spiritual life is so important. And her intense desire to love God and be perfect, which is meant for all the people. All of us are called for that. That is our discipleship.
to love God and to be perfect. And there are people who take it seriously in short term or long term. And that seriousness depends on how devoted and committed we are. We are saints at certain moments or for certain period of time. But in order to be good people or saints for the whole life is very, very challenging because it needs so much courage. And Saint Maria Theresia was such a courageous lady. She was a very, very simple lady, nothing to be special in her appearance or anything. But she wanted to be devoted and committed to Jesus, and she wanted to continue till the end of her life. And she had to go through all kinds of challenges, temptations from all over, from this earth and also from the devil. And she had so many experiences of being drifted by the devil. And some people even saw, there are stories that he was nailed to cross or hanging on the wall, all tempted. And her spiritual experiences were most of the time misunderstood, even by her bishop. And eventually people came to know that what she meant was not anything about her, but about others. That is the greatest thing we can see. From her life or her spiritual experiences, he went forward to help others, especially the poor. And that time of the Indian history, how poor people or sick people were treated, and also that was the time where women are not supposed to go out to do anything, and she challenged that system, and she went into the hearts of the people, helped them, especially when they are going to die. She imparted her desire to evangelize them, to preach them, make them convert. Those people who are living in sin, she wanted to change them. And she, one after another, she had several visits to those people and he converted them. And he helped those people who are about to die, making arrangements for the sacraments. So these are, in a way, simple things, but very courageous things. And to help that, she instituted that the Congregation of the Holy Family. You know, the very name itself shows something important. The Holy Family is what God wants in this world, because it is the Holy Family of the Trinity that supersedes us, and to that model we are all formed. And there are a lot of studies now going on about her spirituality, how simple and humble it was, but it was so deep in her experiences and in her struggle to become a saint. And most of the saints, as we know, they never wanted to be saints. They became saints. And it is because they were offering themselves in a very special way their lives. Even with Saint Maria Theresia, we can see her way of becoming the saint was the same with many other saints. She wanted to suffer with Christ and suffer for Christ. Not just for suffering's sake, but for the good of others. So that is the only way actually to become a saint, because we have to participate in the mysteries of Jesus' life. That is his own suffering, through which we can gain everything. So she took the right way, and she had that experience in her own life, and now she became a saint, which she may not even asked to, but that was the reality. So dear friends, on this day of the feast of solemnity of this Trinity, let us desire ourselves, we will echo or shadow the Trinitarian love in our families, in our societies, in our parishes, so that God be present in us. The missionary discipleship God is calling us to is part of that. So we ourselves become good when we try to give that goodness to others. And that way of living
with faith, hope, and charity, which are the divine virtues that gave Saint Teresa of Saint Maria Teresa her life fulfilled. That is the same thing, the same measures we have today also. So let's be inspired by the saint and to know about her, read about her spiritual life, try to do the best we can in our lives and pray for each other that what God desires of is to become saints, nobody to be gone away. And that desire should be fulfilled through me and you in this life. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തിരുനാളിൽ ഈ നാളുകളുടെ രൂപത്തിൽ ഇറങ്ങിവന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെന്നും മറ്റും പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുവാൻ വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമരാക്കി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനായി എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷ ലോകം അറിയിക്കുന്നതിനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിത്തായി, ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷന്മാരുമായ ജേക്കബ് മെത്രാനിയും ജോയ് മെത്രാനിയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രസിഡന്റ് ജോലിയും എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിനായി എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും കഷ്ടങ്ങളിലും സ്ത്രീമാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത കഷ്ടങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനായി എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടിയുള്ളതിനാൽ ഭയപ്പെടുകയും ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അങ്ങനെ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും കൂടെ മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായിക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശ്വദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വത്തെയും സ്വൈക്യവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ പോലെ കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിൽ തന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭവിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ
മാമോദിസ സ്വീകരിക്കുകയും ദിവ്യ നമുക്ക് കാര്യം ചെയ്തവർ ഭക്തിയോട് ശ്രദ്ധയോടും കൂടെ വിസ്തരത്തിൽ പങ്കുകൊള്ളട്ടെ. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുള്ള
അവിടുന്ന് വഴി എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി. സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സഹിക്കുകയും സംസ്കരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സകലാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ നിന്ന് വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ വിദ്യാഭ്യാസത്തിനും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വകരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. ശ്രദ്ധിക്കണമേ. സഹോദരി കുർബാനകൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അവകാശാനകത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം ദൈവ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ക്രിസ്തിയോടും കൂടെ കർത്താവിന് നന്ദി അറിയുകയും കൊടുത്തു വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവും നിന്നവിടെ ഇഷ്ടപ്പെടുന്നവയെ സൂക്ഷിച്ച് ഉപേക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാന സമത്വമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ജനൻ സത്യത്തിലേക്ക് എത്തി നിങ്ങൾ നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രോധാവിൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ദൈവത്തിനു
അങ്ങയുടെ മഹത്വമേ നൃത്തത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളുടെ നൃത്തത്തിലെയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവേറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാടുന്നതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അത്യന്മാരും അരുവികളുമായ സത്യ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരുവികളുമായ കൃപയന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും നിന്നും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടി അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ വന്നിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനം, അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നൃത്തയുടെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വേഗവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീ എന്നും ജാതനായി നിയമത്തിന്റെ അധീനായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ ദൃശ്യത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോകാൻ ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തിയെ നിന്റെ സമർത്ഥമായ ഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വപ്രിയ സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും മാർ ജോയ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി നിർവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അഹലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ അന്നത്തെ പ്രത്യാശകാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവാക്കിനെയും അങ്ങയുടെ ദർശനത്തിൽ സുപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നത്യവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരസിഹായ അയച്ചതെന്നും ഉപവാസമില്ലാതെ അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ സിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്നായങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ദർശനത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാത്രകളും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കൃപാലയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിമയും വിസ്മയവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ
സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാര്യത്തിലെത്ത വിധം എന്നോട് ദൈവം നന്മേ. ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളെ എടുപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തിനെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവിശ്വാസിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ മൂല്യമായി ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടെ പ്രാർത്ഥനകൾ പിന്തുണച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സുപ്രഭാതം സ്വീകരിക്കുകയും പരിസ്ഥാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഇപ്പോൾ വൈകിട്ടോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവൻ നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കുകയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസന്റെ പാവങ്ങളും പ്രാർത്ഥനകളും കാര്യങ്ങളും രക്ഷിക്കണമേ. മഹോന്നതമായ സ്വർഗ്ഗരാജ്യത്തിൽ സർവ്വസ്ഥോടത്ത് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കരുണപൂർവ്വം അങ്ങേക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever.
കർത്താവേ, സത്യനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കുർബാന വിശുദ്ധീനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിയാടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീമാരെ അനുകരിച്ച് വിശുദ്ധ സർവ്വത്തിലെത്തി ദൈവത്തെ അനവരം സ്തുതിക്കുന്നു. മാലാഖമാരോട് കൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദര വിശേഷ ശരീരത്തിൽ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. We will recite in the act of spiritual communion, especially for those who are not able to receive the body of Christ physically. My Jesus, I believe that you are present in the most blessed sacrament. I love you above all things, and I desire to receive you into my soul. Since I cannot at this moment receive you sacramentally, come at least spiritually into my heart. I embrace you as if you are already there, and unite myself wholly to you. Never permit me to be separated from you. Amen.
നന്മയായെന്നും മാറിടട്ടെ. മരുഭൂമിയിൽ വളരും ചെറുചെടി പോലും നീറ്റുവാടി തളരുകയില്ല. മുഴുകിയ പൊന്നിയൻ ഏറെ തിളക്കം പഴുകിച്ചിരുന്നേ പാദമാക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതികളെയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തകാലത്തിന് നിനക്ക് ഞങ്ങൾ ചേർപ്പിക്കുന്നു. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ, അക്ഷയ സൗഭാഗ്യമാക്കിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാനരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവരുടെ
പ്രവർത്തിക്കുന്ന അവിടുത്തെ ലോകവസ്തുക്കളിൽ നൽകുകയും വിശുദ്ധമായ വാക്കുകളുടെയും ചെയ്യണമേ. അങ്ങയുടെ ദിവസമേനോ അവരുടെ സംരക്ഷിക്കട്ടെ. അവരുടെ പരസ്പരമായ പോലിക്കട്ടെ. അവരുടെ അവരുടെ ആനന്ദവും പരത്തിന്റെ സ്വഭാവത്തിനോടുമായി പഠിക്കട്ടെ. ലോകരക്ഷകനായ അങ്ങേ പ്രവൃത്തികളെയും വൈദികവിദ്യാർത്ഥികളെയും സ്വീകരിക്കണമേ. വൈദികരുടെ ആജ്ഞയായവയെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദികരുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Prayer for the diocese. Page 324. Father, Son, and Holy Spirit, the most blessed Trinity, we adore you, praise you, and glorify you. Thank you, Lord, for your everlasting promise. Grant us forgiveness for our sins. Lord God, bless us with your grace and lead us to your Holy Spirit. Eternal priest and good shepherd, we thank you for your gracious gift of the Saint Thomas of our diocese, in our Canada, and for its bishops. Lord of mercy, guide and protect our bishops, priests, religious, and laity. Fill them with your grace to walk in accordance with your will. Lord God, bless all our families and their factories to grow in faith, fervent hope, having love, and Christian unity. Lord of harvest, please calling people from our families to minister to your church. Lord, help us to fulfill your will, following the example and intercession of Blessed Mother, Saint Thomas the Apostle, Saint Mary Apostolata, Saint Alfonso, Saint Lucia, Saint Lucia, Blessed Majesty, and finally, in the rest of the world in your glory, Lord of all, forever. പരിശുദ്ധത്വത്തിൻ്റെ ഞായറാഴ്ച തൃത്വത്തിൻ്റെ നാല് ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഉടൻ തന്നെ നമ്മൾ മറിയം ത്രേസ്യയ്ക്ക് വേണ്ടിയുള്ള ചേർത്ത് വളർത്തിച്ചുള്ള എതിഞ്ഞാണ്. എന്നൊരു മേലെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റഡിക്ക് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അനൂപിൻ്റെ പ്രത്യേക സഹായത്താലും നാട്ടിലുള്ള അച്ഛന്മാരും അദ്ദേഹത്തെ സഹായിച്ചാണ് നമുക്ക് അതിലേക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, അവരോട് നന്ദി പറയാം. മറിയം ത്രേസ്യയുടെ ചില പ്രയർ കാർഡ്സ് പുറകിൽ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അവരിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ശുദ്ധിയും പാതകളിൽ ചലിച്ചു നാഥനു സാമോദം നിറഞ്ഞ പാവന നീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാതിരുമാതൃകയാ കുരിശിൻ പാദകുണർന്നവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തിരുമല്ലയിലും പ്രീതിമവേശനു ചേർത്തൊടുവിൽ നിത്യവീരമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതയായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊങ്ങിയ വിൺമഴയെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. യോഗവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനേ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മോഹനദീപം നീ ധരയുടെ ശാശ്വതലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗ്ഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനേ ചിന്തകൾ പിന്നിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥ പാപം പൊറുക്കേണമേ നാഥ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥ പ്രാർത്ഥന കേൾക്കണമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേനാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ. കർത്താവേ, നരകുലപാലകനേ ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാവരും പരിസ്ഥിതിയാവത്തെ അനുകരിച്ച ദൈവമേ, ആ കന്യയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയത്തിനോടും സകലവിശുദ്ധരോടും വിശുദ്ധയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ ശിഷ്യന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസം ഉറച്ചവനും
സുഹൃത്തുക്കളെ അന്വേഷണമുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ പ്രായന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാട് കാണുന്നതിയായ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ ഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമളപ്പൂവനിയിൽ പണികളായി വന്നൊരു പുണ്യാത്മാ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധന്യാവലയത്തിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യായുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഇഷ്ടകാലം സാധിച്ചതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ മകളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാനെന്നാഥനെ വാഴുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു. എളിയൊരു ദാസിയെ നികിലേശൻ കനിവോടു തൃക്കൺ പാർത്തല്ലോ. രക്ഷകനറിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി. ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു. ഗർവിതനപജയമേറ്റുന്നു, ബലമൊടു വിജയം നേടുന്നു. എളിയ ജനത്തെ വളർത്തുന്നു, ബലമുള്ളവരെ താഴ്ത്തുന്നു. ധനികർക്കൊന്നും നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു. അബ്രാഹാമിനോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ. തുണയിസ്രായേലിനു ചെയ്തല്ലോ. ഞാനിന്നാഥനെ വാഴ്ത്തുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു. എളിയൊരു ദാസിയെ നികിലേശൻ കനിവോടു തൃക്കൺ പാർത്തല്ലോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
യേശുവേ സ്നേഹദായക